നിങ്ങൾക്ക് ഇന്നലത്തെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമായിരുന്നു എല്ലാവർക്കും? അതോ എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്ലിയർ ആയിരുന്നു? സൊല്യൂഷൻ തന്നിരുന്നു ഇന്നലെ തന്നെ. എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടി? മനസ്സിലായി സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഓക്കെ, ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഓഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ റിംഗ് ആസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒരു റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റിംഗ്. ഈ റിംഗിൽ നിന്ന് എത്ര ഫോഴ്സ് നോക്കിക്കേ. ഒരു 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടൽ ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ ഒരു 25 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇൻക്ലൈൻഡ് 70 ഡിഗ്രി ടു ഹൊറിസോണ്ടൽ. പിന്നെന്താണ് ഒരു 70 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. 70 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇൻക്ലിനേഷൻ എത്രയാണ്? 40 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു 25 കിലോ ന്യൂട്ടൺ. പിന്നെന്താണ് ഒരു 30 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. 30 കിലോ ന്യൂട്ടൺ ഫോഴ്സ് അതാണ്ടേ ഇതെടുത്താൽ മതി. Inclined 20 degree to horizontal force. പിന്നെ ഒരു 40 കിലോ ന്യൂട്ടൺ ഫോഴ്സ് inclined 40 degree to horizontal. അപ്പോ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കണം? നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എത്ര ഫോഴ്സ് ഉണ്ട്? 20 കിലോ ന്യൂട്ടൺ, 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ്, 25 കിലോ ന്യൂട്ടൺ ഫോഴ്സ്, 30 കിലോ ന്യൂട്ടൺ, 70 കിലോ ന്യൂട്ടൺ, 30 കിലോ ന്യൂട്ടൺ, 40 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. ഇത്രയും ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. അപ്പോൾ ഈ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ റിസോൾവ് ചെയ്യേണ്ട ബിക്കോസ് എന്താണ്? 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ റിസോൾവ് ചെയ്യേണ്ട റിമൈനിങ് ഫോഴ്സസിനെ റിസോൾവ് ചെയ്യണം. ഓക്കെ, സോ ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, വെർട്ടിക്കൽ ആക്സിസ്, ഇത് ഹൊറിസോണ്ടൽ ആക്സിസ്, ഇത് y ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഇനി നമുക്ക് ഈ 25 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ റിസോൾവ് ചെയ്യണം. ഈ 25 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ റിസോൾവ് ചെയ്യാൻ പറ്റും? എങ്ങനെയായിരുന്നു റിസോൾവ് ചെയ്യുന്നത്? 20 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഇത് കറക്റ്റ് ഹൊറിസോണ്ടൽ ആണ്, അതുകൊണ്ട് 20 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ റിസോൾവ് ചെയ്യേണ്ട. ഈ 25 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ എന്തായിട്ട് റിസോൾവ് ചെയ്യണം? ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അതേ കണക്ക് തന്നെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്യണം. ഇപ്പൊ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്? പറഞ്ഞേ. 25 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആംഗിൾ എത്രയാ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്നത്? 70 ഡിഗ്രി. 25 കിലോ ന്യൂട്ടൺ ഇൻക്ലൈൻ ഫോഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ 70 ഡിഗ്രി. അപ്പൊ എന്തായിരിക്കും ഇവിടെ റിസോൾവ് ചെയ്യുമ്പോൾ? 25 cos 70 ഡിഗ്രി. 25 cos 70 ഡിഗ്രി. ഇനി എന്താണ് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 25 എന്താ വരുന്നത്? 25 sin 70 ഡിഗ്രി. 25 sin 70 ഡിഗ്രി. 20 കിലോ ന്യൂട്ടൺ ഫോഴ്സിന് റിസോൾവ് ചെയ്യേണ്ട ബിക്കോസ് എന്താണ്? അത് കറക്റ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് 70 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. 70 കിലോ ന്യൂട്ടൺ ഫോഴ്സിനെ അപ്പം ഹൊറിസോണ്ടൽ ആഡ് ചെയ്യുമ്പോൾ വെറുതെ 20 ഹൊറിസോണ്ടൽ ആഡ് ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. 20 എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് എന്താണ് 70 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. 70 കിലോ ന്യൂട്ടൺ ഫോഴ്സിന് നമുക്ക് ദാണ്ട് ഈ ആംഗിൾ എടുക്കാം വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് 70 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ 20 പ്ലസ് 50 70 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. ഈ ആംഗിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. 70 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു 70 കിലോ ന്യൂട്ടൺ 70 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. എന്തോ -70 cos 70 അല്ലേ? ഓക്കെ, ഹൊറിസോണ്ടൽ റിസോൾവ് ചെയ്യുമ്പോൾ -70 cos 70 cos 70.
ഇനി എന്താണ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആണ് 70 സൈൻ 70. സൈൻ 70. ഇനി അടുത്ത എന്താണ് 30 കിലോ ന്യൂട്ടൺ ഫോഴ്സ്. 30 കിലോ ന്യൂട്ടൺ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാ? 30 കിലോ ന്യൂട്ടൺ താണ്ടെ ഈ ആംഗിൾ 20 ഡിഗ്രി. 20 ഡിഗ്രിയാണ് മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഹൊറിസോണ്ടൽ ആക്സിസുമായിട്ടാണ് 20 ഡിഗ്രി. പറഞ്ഞോ. 30 cos 20 degree. 30 cos 20 degree. 30 cos 20 degree. വെർട്ടിക്കലുമായിട്ട് റിസോൾവ് ചെയ്യുമ്പോഴോ? സൈൻ 20 ഡിഗ്രി. ഇനി നമുക്ക് എന്താണ്? ഇനി ഒരു 40 കിലോ ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. 40 കിലോ ന്യൂട്ടൺ ഫോഴ്സ് എന്താണ്? തേർഡ് ക്വാഡ്രന്റിലാണ് ആക്ട് ചെയ്യുന്നത്. 40 കിലോ ന്യൂട്ടൺ ഇൻക്ലൈൻ ഫോഴ്സിന്റെ ആംഗിളും കൊടുത്തിട്ടുള്ളതാണ് 40 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. അപ്പോ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ത് വരും? നമുക്ക് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 40 ഡിഗ്രി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ കോമ്പണന്റ് -40 cos 40 മൈനസ് 40 കോസ് 40. ഇനി വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? -40 sin 40. -40 sin 40. ഇങ്ങനെയാണ് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യണ്ടേ? സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു 0. സിഗ്മ എച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സസ്. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ കോമ്പണൻസ് എന്തൊക്കെയായിരുന്നു? നമുക്കിവിടെ ഒരു 20 കിലോ ന്യൂട്ടൺ. എന്താണ്? റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ഫോഴ്സസ് ആയിട്ട് എടുക്കും. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സസ് എല്ലാം നെഗറ്റീവ് ഫോഴ്സസ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സസ് പോസിറ്റീവും ടുവേർഡ്സ് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സസ് എല്ലാം നെഗറ്റീവ്. അപ്പൊ നമുക്ക് ടുവേർഡ്സ് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന എന്താണ്? 20 കിലോ ന്യൂട്ടണും 25 cos 70 രണ്ടും പോസിറ്റീവ് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പോ 20 plus 25, 20 plus 25 cos 70. ഇനി നമുക്ക് അടുത്ത ഹൊറിസോണ്ടൽ ഫോഴ്സസ് നോക്കാം. ഇനി നമുക്കുള്ളത് എന്താണ്? ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഫോഴ്സ് ആണ്. ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ ഫോഴ്സ് എല്ലാം നെഗറ്റീവ് ആണ്. അപ്പൊ ഇവിടെ 70 cos 70, 30 cos 20, 40 cos 40. അപ്പോൾ 30 cos 20 minus 30 cos 20 minus 70 cos 70 minus 40 cos 40. Minus 30 cos 20 പിന്നെന്തായിരുന്നു? minus 70 cos 70, then minus 40 cos 40. ഇതൊന്ന് സോൾവ് ചെയ്ത ആൻസർ പറഞ്ഞേ. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു ആരെങ്കിലും ഒരാളൊന്ന് ആൻസർ പറയോ? സർ ഏതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആണ്? ഈ ടോട്ടൽ 20 plus 25 cos 70 minus 30 cos 20 minus 40 cos 40 and minus 70 cos 70. -54.23. ആൻസർ -54.23 ആണ്. minus
minus 54.23 kilonewton. Okay. ഇനി നമുക്ക് അടുത്ത് എന്ത് വേണം? സിഗ്മ വി കാൽക്കുലേറ്റ് ചെയ്യണം. സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ്. അപ്പോൾ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സ് എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? അപ്വേർഡ് ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും. മുകളിലേക്ക് പോകുന്ന ഫോഴ്സസ് എല്ലാം പോസിറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഡൗൺവേർഡ് ഫോഴ്സസ് എല്ലാം നെഗറ്റീവ് ഫോഴ്സ് ആയിരിക്കും. അപ്വേർഡ് ഫോഴ്സ് എല്ലാം പോസിറ്റീവ് ഫോഴ്സസും ഡൗൺവേർഡ് ഫോഴ്സ് എല്ലാം നെഗറ്റീവ് ഫോഴ്സസും. അപ്പോൾ അപ്വേർഡ് ഫോഴ്സ് നോക്കിക്കേ, 25 sin 70. ഈ 20 കിലോ ന്യൂട്ടൺ ഫോഴ്സിന് വെർട്ടിക്കൽ കോമ്പണന്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അത് എടുക്കില്ല. എന്താണ് 25 എന്ന് പറഞ്ഞ ഇൻക്ലൈൻ ഫോഴ്സിന് വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ട്, 25 sin 70. പിന്നെ 70 കിലോ ന്യൂട്ടൺ വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ട്, 70 sin 70. 30ക്ക് വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ട്, 30 sin 20. പിന്നെ ഉള്ളത് നെഗറ്റീവ് കോമ്പണന്റ് ആണ്, -40 sin 40. സോ ആ വാല്യൂസ് എഴുതാം. സിഗ്മ വി ഈസ് ഈക്വൽ ടു 25 sin 70 25 sin 70 plus 30 sin 20 plus 70 sin 70 70 sin 70 minus 40 sin 40. Sin 40. എന്ത് വരും ആൻസർ? സിഗ്മ വി is equal to 25 sin 70 73.8 73.82 73.82. ഈ ഇത്രയും സ്റ്റെപ്പിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ഓക്കെ. അപ്പൊ നമ്മൾ നോക്കി, ഇവിടെ സിഗ്മ എച്ചിന് കിട്ടിയിരിക്കുന്നത് നെഗറ്റീവ് വാല്യൂ ആണ്, സിഗ്മ വിക്ക് കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ നമുക്ക് റിസൾട്ടന്റ് ഏത് ക്വാഡ്രന്റിൽ വരുമെന്ന് നോക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് 4 ക്വാഡ്രന്റ്സ് ഉള്ളത്. അതിനകത്ത് ഇവിടെ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും, ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്. ഇതിനൊക്കെ മുകളിൽ പോസിറ്റീവ് ആണ്, താഴെ നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് സിഗ്മ എച്ച് എന്താ കിട്ടിയത്? സിഗ്മ എച്ച് നെഗറ്റീവ് വാല്യൂ ആയിരുന്നു. സിഗ്മ എച്ച് -54.23. അതിനൊക്കെ തന്നെ സിഗ്മ ബി കിട്ടിയത് +73.82 +73.82. അപ്പോ സിഗ്മ എച്ച് നെഗറ്റീവ്, സിഗ്മ വി എന്തായിരുന്നു? സിഗ്മ വി കിട്ടിയിരിക്കുന്നത് പോസിറ്റീവ് വാല്യൂ ആണ് അല്ലെ, 73.8 പോസിറ്റീവ് വാല്യൂ. അപ്പൊ നെഗറ്റീവ് എച്ചും പോസിറ്റീവ് സിഗ്മ വിയും. അപ്പൊ ഏത് ക്വാഡ്രന്റിലാണ് നമുക്ക് റിസൾട്ടന്റ് വരുന്നത്? റിസൾട്ടന്റ് വിൽ ബി ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. അപ്പോ ഈ ക്വാഡ്രന്റിലായിരിക്കും റിസൾട്ടന്റ് വരുന്നത്. റിസൾട്ടന്റ് ആർ. ഹലോ, പറഞ്ഞു അല്ലേ? സർ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ 70 കിലോ ന്യൂട്ടൺ അല്ലേ ഈ ബാക്കി അങ്ങനെയും ചെയ്യാൻ പറ്റുമോ? ലൈക്ക് ഏറ്റവും കൂടിയ ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും, ആ ഒരു ക്വാഡ്രന്റിലായിരിക്കും? ഇല്ല ഇല്ല ഇല്ല, അങ്ങനല്ല. അങ്ങനെയല്ലേ? നമുക്ക് സിഗ്മ വിയും കാൽക്കുലേറ്റ് ചെയ്യാണ്, എന്നിട്ട് അതിന്റെ സൈൻ വെച്ചിട്ട് ക്വാഡ്രന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായി, ഡൗട്ട് ഉണ്ടായിരുന്നു, മനസ്സിലായി. ഓക്കെ. ഇനി നമുക്ക് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ ഉണ്ടായിരുന്നു. റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ, സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ. ആൻസർ ഒന്ന് പറയാമോ? എച്ചിന്റെ വാല്യൂ എന്തായിരുന്നു? 54.22 റൂട്ട് ഓഫ് 54.22 the whole square plus sigma v എന്ന് പറയുമ്പോൾ 73.8
7 ആണ്. 73.82 the whole square. So resultant R ന്റെ ആൻസർ resultant R is equal to 91.5944. 91. So resultant R is equal to 91.59. സോ ഈ ഒരു ഫിഗറും നിങ്ങൾ എക്സാമിന് വരയ്ക്കണം കേട്ടോ. ഇതിന് മാർക്കുണ്ട്, 2 മാർക്കോ 3 മാർക്കോ ഈ ഒരു ഫിഗർ വരയ്ക്കുന്നതിനുണ്ട്. ഈ റിസൾട്ടന്റ് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. റിസൾട്ടന്റ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആൽഫ. സോ ആൽഫ ഈസ് ഈക്വൽ ടു tan inverse sigma v divided by sigma h. Alpha is equal to tan inverse, ഇതിനകത്ത് എഴുതാൻ ഇച്ചിരി പാടാം, tan inverse sigma v divided by sigma h. ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കണം, നമുക്ക് സിഗ്മ എച്ചിന്റെ വാല്യൂ നെഗറ്റീവ് വാല്യൂ എന്നാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ബിക്കോസ് നമ്മൾ എപ്പോഴും ആംഗിൾ കൺസിഡർ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആയിരിക്കും. അതുകൊണ്ട് ഈ സിഗ്മ വിയുടെയും സിഗ്മ എച്ചിന്റെയും സൈൻ ഒന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ജസ്റ്റ് ആ വാല്യൂസ് എന്താണോ ആ വാല്യൂസ് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോ ടാൻ ഇൻവേഴ്സ് നമുക്ക് എന്താ വരുന്നത്, സിഗ്മ വിയുടെ വാല്യൂ 73.82 ഡിവൈഡഡ് ബൈ 54.2. മൈനസ് സൈൻ ഇടരുത്, മൈനസ് സൈൻ ഇട്ടാൽ ആൻസർ തെറ്റിപ്പോകും. 54.2. So therefore alpha is equal to tan inverse 73.82 divided by 54.22. എന്ത് വരും ആൽഫയുടെ ആൻസർ? 53.7 something. 53.7. അപ്പോൾ ഈ ആൽഫയുടെ അടുത്ത് 53.7 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 53.7. എല്ലാവർക്കും മനസ്സിലായോ? Yes sir. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാമോ? Yes sir, ചെയ്യാം. Okay. Yes sir. Next problem. So നോക്കിയേ, 4 coplanar forces are acting at a point as shown in figure. Determine the resultant in magnitude and direction. അപ്പൊ ഇവിടെ നമുക്ക് 4 coplanar forces. എന്തായിരുന്നു coplanar forces എന്ന് വെച്ചാൽ? coplanar forces, planar, ഒരേ പ്ലെയിനിലായിരിക്കും ഫോഴ്സസ് എല്ലാം ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 4 കോപ്ലെയിനാർ ഫോഴ്സസ് ഉണ്ട്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് റിസൾട്ടന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ 104 എന്നൊരു ഇൻക്ലൈൻ ഫോഴ്സ്, ആംഗിൾ എത്രയാണ്? 10 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. പിന്നെ 252 എന്നൊരു ഇൻക്ലൈൻ ഫോഴ്സ് 3 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. 156 എന്നൊരു ഇൻക്ലൈൻ ഫോഴ്സ് 24 ഡിഗ്രി വിത്ത് വെർട്ടിക്കൽ. 24 degree with vertical. 228 force inclined at 9 degree with vertical. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ്. ഗിവൺ ഫോഴ്സിനെ എന്തായിട്ട് റിസോൾവ് ചെയ്യണം? ഹൊറിസോണ്ടൽ കോമ്പണൻസ് ആയിട്ടും വെർട്ടിക്കൽ കോമ്പണൻസ് ആയിട്ടും റിസോൾവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം 104 എന്ന് പറഞ്ഞ ഫോഴ്സ് എടുക്കാം. 104 എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? 104 എന്ന് പറഞ്ഞ ഫോഴ്സിനെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 104 cos 10. 104 cos 10. 104 cos 10. 104
cos 10 degree. ഇനി vertical component ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 104 4 sin 10. sin 10 degree. ഇനി 156 എന്ന് പറഞ്ഞ ഫോഴ്സ് അവിടെ ആംഗിൾ മേക്ക് ചെയ്യുന്നത് എവിടെയാണ്? വെർട്ടിക്കലുമായിട്ടാണ് 24 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നത്. അപ്പോ വെർട്ടിക്കൽ കോമ്പണന്റ് എന്ത് വരും? 156 cos 24 156 cos 24. ഇനി ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്തായിരിക്കും വരുന്നത്? 156 sin 24. 156 sin 24. എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? നമ്മൾ ഏത് ആക്സിസുമായിട്ടാണ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്? ഇപ്പൊ വെർട്ടിക്കൽ ആക്സിസുമായിട്ടാണ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ആക്സിസിന്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കോസ് വാല്യൂ കൊടുക്കുക, ഓപ്പോസിറ്റ് ആക്സിസിന് സൈൻ വാല്യൂ കൊടുക്കുക. ഈ 252 റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ത് വരും? 252 റിസോൾവ് ചെയ്യുമ്പോൾ 252 3 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ minus 252 cos 3 degree. Vertical component ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ 252 Sin 3. sin 3 degree. ഇനി ലാസ്റ്റ് 228 വെർട്ടിക്കലുമായിട്ടാണ് ആംഗിൾ കൊടുത്തിരിക്കുന്നത് 9 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ഹൊറിസോണ്ടൽ കോമ്പണന്റ് 9 ഡിഗ്രി 228 cos 9 degree. 228 cos 9. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ 228 sin 9 degree. sin 9 degree. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഇതിന്റെ സിഗ്മ എച്ച് വാല്യൂ, സിഗ്മ വി വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കാം. 104 cos 10 degree പോസിറ്റീവ് ആണ്. അപ്പൊ 104 cos 10 degree cos 10 degree. ഇനി അടുത്ത ഫോഴ്സ് എന്ന് പറയുമ്പോൾ 156 sin 24. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എടുക്കേണ്ടത്? 156 എങ്ങനെയാണ്? ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ ഫോഴ്സ് മൂവ് ചെയ്യുന്നത്. അപ്പൊ 156 sin 24 നെഗറ്റീവ് വാല്യൂ മൈനസ് 156 sin 24. 156 sin 24. ഈ നെക്സ്റ്റ് ഫോഴ്സ് സാർ അവിടെ കോസ് വാല്യൂ അല്ലേ എടുക്കുന്നത്? 2 ആ കോസ് 156 sin 24 ബിക്കോസ് ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കിക്കേ, 156 sin 24 ആണ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. കണ്ടോ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് സൈൻ ആണ്. ബിക്കോസ് ഇവിടെ ആംഗിൾ എന്താണ്? 24 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു വെർട്ടിക്കൽ ആ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് കോസ് വരുന്നത്. ഏത് ആക്സിസുമായിട്ടാണ് ആംഗിൾ കൊടുത്തിരിക്കുന്നത് അവിടെ കോസ് വാല്യൂ കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇവിടെ വെർട്ടിക്കൽ ആക്സിസുമായിട്ടാണ് 24 കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെർട്ടിക്കൽ ആക്സിസ് ആണ് കോസ് കോമ്പണന്റ്, അടുത്ത ആക്സിസ് സൈൻ കോമ്പണന്റ്. ഇനി ഇവിടെ 252 cos 3 ഡിഗ്രി, അതും നെഗറ്റീവ് ആണ് ബിക്കോസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ് ആക്ട് ചെയ്യുന്നത്. 252 cos 3 ഡിഗ്രി മൈനസ് 252 cos 3 ഡിഗ്രി. ഇനി 228 ഹൊറിസോണ്ടൽ കോമ്പണന്റ്. ഇത് ഞാൻ തെറ്റിപ്പോയിട്ടുണ്ട്. 228ന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താ വരുന്നത്?
കോസ് ആണോ സൈൻ ആണോ വരണ്ടേ? സൈൻ. 220 സൈൻ ആണ് വരുന്നത്. ബിക്കോസ് ആംഗിൾ കൊടുത്തിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു വേർട്ടിക്കൽ ആണ് ആംഗിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിച്ചോണം. നമ്മൾ ചെയ്യുമ്പോൾ വരുന്നൊരു മിസ്റ്റേക്ക് ആണിത്. കെയർഫുൾ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ മിസ്റ്റേക്സ് അങ്ങനെ എഴുതിയപ്പോൾ എനിക്ക് തെറ്റ് വന്നു. അത് ഓർത്തോണം, ഇങ്ങനെ മിസ്റ്റേക്ക് വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താ വരണ്ടേ? സൈൻ ആണ് വരുന്നത്. ബിക്കോസ് വേർട്ടിക്കലുമായിട്ടാണ് ആംഗിൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ 228 കോസ് 9 ഡിഗ്രി ആണ് വേർട്ടിക്കല്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ 228 സൈൻ 9 ഡിഗ്രി. 228 സൈൻ 9 ഡിഗ്രി ഹൊറിസോണ്ടലുമായിട്ടുള്ള ഫോഴ്സ്. മൈനസ് 228 സൈൻ 9 ഡിഗ്രി. ഇതൊന്ന് സോൾവ് ചെയ്ത ആൻസർ പറയാമോ? സിഗ്മ എച്ചിന്റെ വാല്യൂ മൈനസ് 248.34 ആണ്. മൈനസ് ആൻസർ ആണോ? ആൻസർ വൺ സെക്കൻഡ് ചെക്ക് ചെയ്തോട്ടെ. 248.34. മൈനസ് 248.34. യൂണിറ്റ് എഴുതണം. യൂണിറ്റ് എന്തായിരിക്കും? ക്വസ്റ്റിനകത്ത് ഫോഴ്സിന്റെ യൂണിറ്റ് എല്ലാം എന്താ? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. അപ്പോൾ നമ്മുടെ സിഗ്മ എച്ചിന്റെ യൂണിറ്റും ന്യൂട്ടൺ. യൂണിറ്റ് എഴുതാൻ വിട്ടുപോയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഓർത്തോണം, സിഗ്മ എച്ച് നമുക്ക് ഫോഴ്സിന്റെ യൂണിറ്റ് ഏതാണോ ആ യൂണിറ്റ് എഴുതുക, ന്യൂട്ടൺ. ഇനി അതേ കണക്ക് തന്നെ സിഗ്മ വിയുടെ വാല്യൂസ്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അടുത്ത സ്റ്റെപ്പ് പറയാലോ? Yes, sir. Yes, sir. അപ്പോ അടുത്ത സിഗ്മ വി, വെർട്ടിക്കൽ ഫോഴ്സസ്. അപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുമ്പോൾ ഇതെന്താണ്? 104 സൈൻ 10 ഡിഗ്രി. അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ 104 സൈൻ 10 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ഫോഴ്സ്. അടുത്ത ഫോഴ്സ് എന്ന് പറയുമ്പോൾ 156 cos 24 degree. 156 cos 24 degree plus 156 cos 24 degree. 156 cos 24 degree. ഇനി നമുക്ക് 252 അതിന്റെ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ 252 സൈൻ 3 ഡിഗ്രി. 252 സൈൻ 3 ഡിഗ്രി. അതെന്താണ്? ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഡൗൺവേർഡ് ഫോഴ്സ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. 252 സൈൻ 3 ഡിഗ്രി. 252 സൈൻ 3 ഡിഗ്രീസ്. ഇനി ലാസ്റ്റ് ഫോഴ്സ് 228 cos 9 ഡിഗ്രി. അതും ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഡൗൺവേർഡ് ഫോഴ്സ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ. 228 cos 9 ഡിഗ്രി മൈനസ് 228 cos 9 ഡിഗ്രീസ്. സോ ആൻസർ എന്ന് പറഞ്ഞ സിഗ്മ വി is equal to മൈനസ് 77.8 ആണ്. മൈനസ് 77.8 മൈനസ് 77.8 ന്യൂട്ടൺ. 77.8 ന്യൂട്ടൺസ്. എല്ലാവർക്കും ആൻസർ കിട്ടിയോ? Yes, sir. Yes, sir. നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഈക്വൽ ടു സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ. അപ്പോൾ റിസൾട്ടന്റ് റൂട്ട് ഓഫ് സിഗ്മ എച്ച് equal to root of sigma v square
sigma h square. Hello, sir. The screen stuck ആയെന്ന് Okay. Sir, ഒന്നും കാണാൻ വയ്യ. Buffer ചെയ്യുന്നുണ്ട്. One second. Net is slow. സിഗ്മ വിയുടെ വാല്യൂ എന്ന് പറയുവാറുള്ളൂ. ഹലോ, സിഗ്മ വിയുടെ -7 point. സിഗ്മ വിന്റെ -77.80 ആണ്. അതെ ഓക്കെ. അതെ അതെ അതെ. Resultant value 2. Resultant റിസൾട്ട് 260.24 ആണ്. 260.24 result point 4. ബ്രേക്ക് ആവോ വോയിസ്? Net slow. One. അത് കഴിഞ്ഞ ആൽഫ അല്ലേ? അത് കൂടെ വെച്ചേ 9% ആവുന്നില്ല, സ്റ്റക്ക് ആവുന്നു. 7.4 degree. 17.4 degree. So alpha value, R value 26.5 Newton എന്ന് വരും. വാല്യൂ 4 degree എന്ന് വരും. ആൻസേഴ്സ് ഹലോ സർ. പറയൂ. സർ, ആ പോയിന്റ് അപ്രോക്സിമേറ്റ് ചെയ്യണമെന്നുണ്ടോ? ഇല്ല, നമുക്ക് വേരിയേഷൻസ് വരും. നിങ്ങളുടെ റൗണ്ട് വേരിയേഷൻസ് വരും, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എല്ലാവർക്കും 260.25 വരണം, ചിലപ്പോൾ 260.3 എന്നൊക്കെ ആയിരിക്കും വരും, അതൊന്നും പ്രശ്നം. പ്ലേസ് മാക്സിമം എത്രയോ. ഓക്കെ. സോ അതിനുശേഷം നമ്മൾ ഈ റിസൾട്ടന്റ് ഫിഗർ, നിങ്ങൾക്ക് സ്ലൈഡ് കാണാൻ വിശ്വസിക്കുന്നു. നമുക്ക് സിഗ്മ എച്ചും സിഗ്മ വിയും നെഗറ്റീവ് വാല്യൂസ് ആണ് വന്നത്. അപ്പൊ എന്താണ്, തേർഡ് ക്വാഡ്രന്റിലാണ് റിസൾട്ടന്റ് വരുന്നത്. ഫിഗർ എല്ലാവർക്കും സ്ലൈഡ് കാണാം. ഹലോ, ബ്രേക്ക് ആയിരുന്നു. ഓക്കെ. ആൻസേഴ്സ് കിട്ടിയോ എല്ലാവർക്കും? റിസൾട്ടന്റിനും ആൽഫയുടെയും വാല്യൂ. മഴയായോണ്ടാണെന്ന് തോന്നുന്നു, റേഞ്ച് ഭയങ്കര പ്രശ്നം. പറഞ്ഞോലെ. സർ, ഈ ക്വസ്റ്റ്യനിലും ഇതുപോലെ ലൈക്ക് കൂടുതൽ ഫോഴ്സ് ഉള്ള ക്വാഡ്രന്റിലാണല്ലോ ഇത് വന്നേക്കുന്നത് റിസൾട്ടിന്. അത് അങ്ങനെ എല്ലാ കേസിലും എന്തുവാ? അല്ല, ലൈക്ക് ഇപ്പം കൂടുതൽ ഫോഴ്സ് ഉദ്ദേശിച്ചിട്ടില്ല. ഈ തേർഡ് ക്വാഡ്രന്റിലല്ലേ ഈ 250 ന്യൂട്ടനും 228, അത് ആഡപ്പ് ആകുമ്പം കൂടുതൽ ഫോഴ്സ് ആ സൈഡിലോട്ടല്ലേ? അങ്ങനെ അങ്ങനെ വരാം. എന്ന് വെച്ചാൽ കൂടുതൽ ഫോഴ്സ് വരുന്നിടത്തോട്ട് റിസൾട്ടന്റ് വരാം. പക്ഷെ അങ്ങനല്ല രീതി. ഫോഴ്സ് വരുന്നിടത്ത് റിസൾട്ട് ഫോഴ്സ് വരുന്നത് അത് ഓക്കെ. പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റണോ? ചിലപ്പോ
ചെറിയ വേരിയേഷൻ അനുസരിച്ച്. അപ്പൊ അങ്ങനെ നോക്കണ്ട, ഈ ഒരു രീതിയിൽ പഠിച്ചാൽ മതി. നമ്മുടെ സിഗ്മ എച്ച് സിഗ്മ ബിയുടെയും സൈൻ കൺവെൻഷൻ വേണം ഏത് കോഡാണ് ഫിക്സ് ചെയ്യാനായിട്ട്. അല്ല ചോദിച്ചത് ശരിയാണ്, ഏറ്റവും കൂടുതൽ ഫോഴ്സ് ആണ് റിസൾട്ടന്റ് അങ്ങനെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് ചിലപ്പോ അങ്ങനെ ചെറിയ വേരിയേഷൻസ് സംഭവിക്കാം. ഇപ്പോ തേർഡ് ക്വാഡ്രന്റിലും സെക്കൻഡ് ക്വാഡ്രന്റിലും ഏകദേശം സെയിം ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് തേർഡ് ക്വാഡ്രന്റ് ഫോഴ്സ് 250-28 ഒബ്വിയസ്ലി തേർഡ് ക്വാഡ്രന്റിൽ വന്നു. മനസ്സിലായി. ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വരല്ലേ ഈ അവർ. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇതേ ടൈപ്പുള്ള ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കാം. സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അത് ചെയ്ത് നോക്കി ആൻസേഴ്സ് ഇന്നത്തെ കേട്ടില്ല, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, അറ്റൻഡൻസ് നട അബി പ്രസന്റ് സാർ. അബി അനിൽ, അക്സ, പ്രസന്റ് സർ. ആദിത്യൻ, പ്രസന്റ് സാർ. അഫ്സാന, പ്രസന്റ് സർ. അലൻ, പ്രസന്റ് സർ. അമൽ റഹ്മാൻ, അമൽ സമദ്, പ്രസന്റ് സാർ. ആമിന മുഹമ്മദ്, Present, sir. അമിത്, പ്രസന്റ് സാർ. അമൃത, പ്രസന്റ് സർ. ആൻ മേരി, Present, sir. ആന്റണി, ആന്റണി ആബ്സെന്റ്, അനുപം, പ്രസന്റ് സർ. ആൻസി, Present, sir. ആര്യ, പ്രസന്റ് സർ. ആര്യ നായർ, പ്രസന്റ് സർ. ആഷൻ വിനോദ്, പ്രസന്റ് സാർ. അസിൻ ആൻഡോ, പ്രസന്റ് സാർ. അശ്വന്ത്, പ്രസന്റ് സാർ. ഡെക്കൻഡ്, പ്രസന്റ് സാർ. ദേവിക എൽ നായർ, Present, sir. ദേവിക എസ്, Present, sir. ലക്ഷ്മി, പ്രസന്റ് സർ. വിൻ ബിജു, സാർ. രഹാന, Present, sir. എറിൻ, പ്രസന്റ് സാർ. കിരൺ ആർ രവി, പ്രസന്റ് സാർ. നന്ദന, പ്രസന്റ് സർ. നസിയ, Present, sir.